നമ്മുടെ രാഷ്ട്രീയക്കാര് പ്രസംഗിക്കുമ്പോൾ ഉള്ള മൂർച്ച. ഇപ്പോൾ ടി.കെ. ഹംസ ഒരു ഫലിതം പറയുമ്പോൾ കേൾക്കുന്നവന് വേദന കുറച്ച് കുറയും. അങ്ങനെ കാര്യമുണ്ട്. അത് ഉടനീളം അങ്ങനെയായിരുന്നു. ഇപ്പൊ പഴയ നമ്മുടെ രാജാക്കന്മാരൊക്കെ നർമ്മ സജീവന്മാരെ നിയമിച്ചിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ നമുക്കൊക്കെ പരിചയമുള്ള ഒരു കഥാപാത്രമാണ് ശാകുന്തളത്തിലെ ദുഷ്യന്തൻ. ദുഷ്യന്തന്റെ കൂടെ മാടവ്യൻ എന്നൊരു ഫലിതക്കാരനുണ്ട്. അതിലിപ്പോ തെനാലി രാമൻ എന്നൊരു കഥാപാത്രം, അല്ലെങ്കിൽ അക്ബറിന്റെ ദർബാറിലുണ്ടായിരുന്ന ബീർബൽ എന്നൊരു കഥാപാത്രം. അപ്പോ ബീർബലിനെയാണ് പ്രസിദ്ധമായ ആ വാക്യം. ബീർബൽ മഹാബുദ്ധിമാനാണ് കേട്ടോ. ഫലിതം പറയാൻ വളരെ ബുദ്ധി വേണം, ഫലിതം ആസ്വദിക്കാനും ബുദ്ധി വേണം. ബെർണാഡ് ഷാ പറയും, നമ്മുടെ മനുഷ്യ ചരിത്രത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഹാസ്യകാരൻ ബെർണാഡ് ഷാ പറയും, ഫലിതം പൂർത്തിയാവുന്നത് 3 പേരുള്ളപ്പോഴാണ്. ഒന്ന്, ആ ഫലിതം പറയുന്ന ആള്. 2, ആ ഫലിതം കേട്ട് ആസ്വദിച്ച് ചിരിക്കുന്ന ആള്. 3, എന്താണ് ഉണ്ടായത് എന്നറിയാതെ ബ്ലിങ്ക് നിൽക്കുന്ന മൂന്നാമതൊരു വിട്ടു. അപ്പൊ മിക്ക സമയത്തും പല ക്ലാസ്സിലും എനിക്ക് അനുഭവമുണ്ട്, പല സദസ്സിലും അനുഭവമുണ്ട്. ഈ മൂന്നാമൻ റെഡി ആയിരിക്കും, അപ്പോഴാണ് അത് പൂർത്തിയാവും. അവർക്ക് തിരിയത് എന്താ പറയുന്നു. അപ്പോ ഫലിതത്തിന്റെ ഒരു വലിയ കുഴപ്പം, അത് വലിയ ശതമാനം തെറി ആണ്. ജോയിൻ്റോടെ തെറി ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പോണന്റാണ്. നമ്മുടെ സിനിമക്കാരുടെ കൂട്ടത്തിൽ ഏറ്റവും ഫലിതം പറഞ്ഞിരുന്ന തിക്കുറിശി, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പണി പാരഡി പാട്ടുകൾ ഉണ്ടാക്കാൻ. അത് മിക്കവും തെറിയായിരിക്കും. അന്ന് എനിക്കിവിടെ പലരും ഞാൻ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. കോടമ്പക്കത്തൊക്കെയുള്ള സമയത്ത് ഇവിടെ പറയാൻ കൊള്ളില്ല, അച്ചടിക്കാൻ കൊള്ളില്ല. അപ്പൊ അദ്ദേഹത്തോട് ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, ചേട്ടൻ എന്താ എപ്പോഴും തെറി പറയുന്നത്? ഞാൻ തെറി പറയുന്നുണ്ടോ? ഉണ്ടല്ലോ, ചേട്ടൻ എപ്പോഴും തെറി പറയും. പെട്ടെന്ന് തിക്കുറിശി ചോദിച്ചു, അനിയൻ പറ, തെറിയല്ലാത്ത വല്ല വാക്കുണ്ടോ മലയാളത്തിൽ? അങ്ങനെയാണോ? എന്നാ അനിയൻ ഒരു വാക്ക് പറ. അപ്പം അയാൾ പറഞ്ഞു ആലപ്പുഴ. അപ്പൊ ഉടനെ തിക്കുറിശി പറഞ്ഞു, നിന്റെ അമ്മയുടെ ആലപ്പുഴ. തെറിയായി. അത് എന്ന് പറഞ്ഞാൽ തെറിയാണ്, ഇത് എന്ന് പറഞ്ഞാൽ തെറിയാണ്, മറ്റേതെന്ന് പറഞ്ഞാൽ തെറിയാണ്. കാരണം ഒന്നിനെ തമാശയാക്കുന്നു തെറിയാക്കുന്നു അതിന്റെ പാഠമല്ല, അതിന്റെ ടെക്സ്റ്റ് അല്ല, അതിന്റെ കോണ്ടെക്സ്റ്റാ. അപ്പോ ഭാഗ്യവശാൽ എൻ്റെ നിരീക്ഷണം, മലയാളികള് ഇതിൽ വളരെ സമ്പന്നമായ ഒരു പാരമ്പര്യമുള്ളവരാണ്. ഇപ്പോഴും അത് വളരെ നിറഞ്ഞിരിക്കുന്നുണ്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, നമ്മൾ പ്രതീക്ഷിക്കും വലിയ ദാർശനികന്മാരൊക്കെ വളരെ സീരിയസ് ആയിട്ട് ഉള്ള ആളുകളാണ്, അവരൊന്നും ഫലിതം പറയില്ല. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റില്ല, മുഹമ്മദ് നബി ഫലിതം പറയുന്നു. ആണോ? മുഹമ്മദ് നബി ധാരാളം ഫലിതം പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. അദ്ദേഹത്തിന്റെ കൂടെ ആഹാരം കഴിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രിയ സുഹൃത്ത് അബൂബക്കർ. അപ്പൊ ആഹാരം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഈത്തപ്പഴമാണ്. അപ്പൊ നബി ഈത്തപ്പഴം കഴിച്ചിട്ട് കുരുവൊക്കെ അബൂബക്കറിന്റെ സ്വപ്പയുടെ അബൂബക്കറിന്റെ മുമ്പിലിട്ടു. ഭക്ഷണം കഴിഞ്ഞ് എണീക്കാൻ നേരത്ത് നബി ചോദിച്ചു അബൂബക്കറിനോട്, അബൂബക്കർ, നിങ്ങൾ എത്രയാണ് ഈത്തപ്പഴം കഴിച്ചത്? അപ്പൊ അബൂബക്കർ പറഞ്ഞു, ഞാൻ ഈത്തപ്പഴം കഴിച്ച് കുരു ബാക്കിയാക്കി, നിങ്ങൾ കുരു കൂടി കഴിച്ചു കളഞ്ഞല്ലോ. ഇതുപോലെ ഒരിക്കല് ഇങ്ങനെ നബിയുടെ മുമ്പിൽ സദസ്സ് എപ്പോഴും ഉണ്ട്, അദ്ദേഹം സംസാരിക്കുക, അവർ ചോദ്യം ചോദിക്കുക. അങ്ങനെ അപ്പൊ ആരോ ഒന്ന് പറയുന്നു, പാമ്പ് പാമ്പ് എന്ന് പറഞ്ഞ് എണീറ്റും. അപ്പൊ അവരെങ്ങനെ തെരഞ്ഞിട്ടും പാമ്പിനെ കിട്ടിയില്ല. അപ്പൊ നബി പറഞ്ഞു, നന്നായി, നിങ്ങൾ പാമ്പിന്റെ ഉപദ്രവത്തിൽ നിന്ന പോലെ പാമ്പ് നിങ്ങളുടെ ഉപദ്രവത്തിൽ നിന്നും രക്ഷപ്പെട്ടല്ലോ. ഇപ്പൊ ക്രിസ്തു തമാശ പറഞ്ഞ് വിചാരിക്കാരെങ്കിലും, ക്രിസ്തുവിന്റെ കൂടുതൽ ആളുകളൊക്കെ ആരാ? അവരൊക്കെ പാവപ്പെട്ട ആളുകൾ, മുക്കുവന്മാര്, ആശാരിമാര്, അങ്ങനെ വളരെ ദരിദ്രന്മാർ. അപ്പോ അവരെ പരിഹസിക്കുന്ന പരീശന്മാര് പറഞ്ഞു, അവന്റെ കൂടുതൽ ആളുകൾക്കൊന്നും വൃത്തിയില്ല, അവരൊന്നും ഭക്ഷണം കഴിക്കുമ്പോൾ കൈ കഴുകുന്ന പരിപാടിയില്ല എന്ന് പറഞ്ഞു. ഉടനെ ക്രിസ്തു പറഞ്ഞു, വൃത്തി വേണ്ടത് നിന്റെ വായിൽ നിന്ന് പുറത്തു വരുന്നതിനാണല്ലോ, വായിലേക്ക് പോകുന്നതിനല്ലല്ലോ. വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് വാക്കാണല്ലോ, അത് മറ്റുള്ളവനെ വേദനിപ്പിക്കുന്നുവല്ലോ.
സോക്രട്ടീസ് നിരന്തരം തമാശ വരുന്ന ഒരാളാണ്. അദ്ദേഹം ക്രിസ്തുവിനും 500 കൊല്ലം മുമ്പ് ജീവിച്ച ഒരാളാണ്. അദ്ദേഹത്തെ സമൂഹം വിഷം കുടിച്ച് മരിക്കാൻ വിധിച്ചു. അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് സാന്തിപ്പേ എന്നാണ്. സാന്തിപ്പേ എന്നുള്ളത് ഇന്ന് ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു വ്യക്തിനാമല്ല, അതൊരു വെർബാണ്. സാന്തിപ്പേയിൽ എന്ന് പറയാം. എന്താ അർത്ഥം? ഭാര്യ ഭർത്താവിനെ ഉപദ്രവിക്കുന്നതിന്റെ പേരാണ് എന്ത്? സാന്തിപ്പേയി. അപ്പൊ സാന്തിപ്പേ നിരന്തരം സോക്രട്ടീസിന് ചീത്ത പറയും. ഒരിക്കൽ ചീത്ത പറയും, ഇയാളിങ്ങനെ ഉണ്ടാതിരിക്കുകയാണ്. എന്താ കുഴപ്പം? ഒന്നുമില്ല, സോക്രട്ടീസ് നേരം വിളിച്ചായാൽ റോഡ് റൂമിൽ പോയി ഓരോരുത്തരോട് വർത്താനം പറയാം. അദ്ദേഹം ഒന്നും എഴുതിയിട്ടില്ല. അദ്ദേഹമാണ് പാശ്ചാത്യ തത്വജ്ഞയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഒരു അക്ഷരം എഴുതിയിട്ടില്ല. ആരാ എഴുതിയത് അദ്ദേഹത്തിന്റെ ശിഷ്യൻ പ്ലേറ്റോ എഴുതും, ഡയലോഗ്സ് ഓഫ് പ്ലേറ്റോ. അപ്പോ അദ്ദേഹം എങ്ങനെ ഉണ്ടായിരിക്കേണ്ട? ഭാര്യയ്ക്ക് ദേഷ്യം വന്നിട്ട് അവർ പച്ചക്കറിക്ക് ഒഴിക്കാൻ വെച്ച ചാണകമുള്ള കൂടി ഇയാളുടെ തലയിൽ കൂടെ ഒഴിച്ചു. ഉടനെ സോക്രട്ടീസ് പറഞ്ഞു, ഇടി വെട്ടുമ്പോഴേ ഞാൻ വിചാരിച്ചതാ ഉടനെ മഴ പെയ്യും എന്ന്. ഒരു അന്തരീക്ഷം എങ്ങനെയാണ് ലാഘവപ്പെടുത്തുക? ഇപ്പോ ബുദ്ധനും ഇങ്ങനെ തന്നെയാ. എപ്പോഴും ബുദ്ധന്റെ മുഖത്ത് ഒരു ചിരിയുണ്ട്. രാമചന്ദ്ര മാഷ് പറയും തഥാഗത മന്ദസ്മിതം എന്ന്. ബുദ്ധൻ ഒരിക്കലും ക്ഷോഭിക്കുന്നില്ല. അത് എപ്പോഴും ഒരു എളഞ്ചിരിയുണ്ട്. അപ്പൊ അനേകം കഥകൾ പറയാനുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാണ്. അപ്പോ ബുദ്ധൻ ഇങ്ങനെ സംസാരിച്ചപ്പോ കേട്ടിരുന്ന ഒരു ശിഷ്യൻ ചോദിച്ചു, അങ്ങ് പറയുന്നതൊന്നും പുസ്തകങ്ങളിലൊന്നും കാണാനില്ലല്ലോ എന്ന്. ബുദ്ധൻ ചോദിച്ചു, ഓ അങ്ങനെ ഇല്ല അല്ലേ, ശരി നമുക്കത് അതിനകത്ത് എഴുതിയേക്കാന്ന് പറഞ്ഞു. അത്രേ ഉള്ളത്. എന്നാ പണ്ടുള്ളതൊന്നുമില്ല, ശരി എഴുതിയേക്കാം. എപ്പോഴും ഇപ്പൊ ബുദ്ധന്റെ നിങ്ങൾ ഏത് പ്രതിമ നോക്കിയാലും അതിന്റെ മുഖത്ത് ഒരു ഇളം ചിരിയുണ്ട്. എന്താണ് ആ ചിരി? ചിരിയൊന്നുമില്ല. ഈ ലൗകികമായ കാര്യങ്ങളിലൊക്കെ ഈ അളവിൽ ആളുകൾ ഇങ്ങനെ കമ്പം പിടിക്കുകയും ആവേശം കാണിക്കുകയും രോഷം കാണിക്കുകയും പ്രതികാരം ചെയ്യും. അങ്ങനെ ഒരുപടി. അപ്പോ ബുദ്ധനെ ഒരാൾ വന്നിട്ട് കഠിനമായി ചീത്ത പറഞ്ഞു. ബുദ്ധൻ ഉണ്ടായിരുന്നു. കുറച്ച് ഞങ്ങൾക്ക് ദേഷ്യം വന്നപ്പോഴും ബുദ്ധന്റെ മുഖത്തൊരു അടി കൊടുത്തു. ബുദ്ധനൊന്നും പ്രതികരിച്ചില്ല. അയാൾ പോയി. അപ്പൊ ശിഷ്യന്മാരൊക്കെ ഭയങ്കരമായി ക്ഷോഭിച്ചു. എന്താണ് അങ്ങ് അയാളോട് മിണ്ടായിരിക്കാൻ പറയാഞ്ഞത്? എന്തുകൊണ്ടാണ് അയാൾ അടിച്ചപ്പോ അത് തടുക്കെങ്കിലും ചെയ്യാതിരുന്നത്? ബുദ്ധൻ അതിനൊന്നും വേണ്ടിയില്ല. കാരണം ബുദ്ധന്റെ ആളുകളെ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന രീതിയിൽ മൗനത്തിന് പ്രധാനപ്പെട്ട പങ്കുണ്ട്. അതുകൊണ്ടാണ് നിത്യചൈതന്യേതി അത്തരം കഥകൾ സമാഹരിക്കുമ്പോൾ അതിന് മൗനമന്ദഹാസം എന്ന് പേരിട്ടത്. അപ്പൊ ഈ അടിച്ച ആള് വൈകുന്നേരം ആയപ്പോഴേക്ക് വലിയ കുറ്റബോധം തോന്നി. അയാൾ വന്നിട്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം. ഒന്ന് ചോദിച്ചു, എന്താ കാര്യം? അതെ, ഞാൻ രാവിലെ ഇവിടെ വന്നിരുന്നു. അതെ, ഞാൻ അങ്ങേ ഒരുപാട് ചീത്ത പറഞ്ഞു. അങ്ങേ അടിച്ചു. ഇപ്പൊ എന്താ പ്രശ്നം? ഒന്നുമില്ല, എനിക്ക് വലിയ കുറ്റബോധം തോന്നുന്നു, എന്നോട് ക്ഷമിച്ചു എന്ന് പറയണം. ബുദ്ധൻ പറഞ്ഞു, ആരോടാണ് ക്ഷമിക്കുന്നത്? നിങ്ങൾ രാവിലെ വന്ന ആളല്ല ആണോ? വേറെ ആരോ അത്? ഞാൻ രാവിലെ കണ്ട ആളല്ല. അത്രയുള്ളതൊക്കെ. ഒരാള് രാവിലെ വന്നിട്ട് ഉച്ചവരെ ബുദ്ധനോട് തർക്കിച്ചു ദൈവം ഉണ്ട് എന്ന്. ബുദ്ധൻ പറഞ്ഞു ദൈവമുണ്ട്. ഉച്ചയ്ക്ക് വന്നൊരാൾ വൈകുന്നേരം വരെ തർക്കിച്ചു ദൈവം ഇല്ല എന്ന്. ബുദ്ധൻ പറഞ്ഞു ദൈവമില്ല. വൈകുന്നേരം വന്നൊരാൾ പാതിര വരെ തർക്കിച്ചു ദൈവം ഉണ്ടോ ഇല്ലേ എന്ന് മനുഷ്യന് അറിയാൻ കഴിയില്ല. ബുദ്ധൻ പറഞ്ഞു അറിയാൻ കഴിയില്ല. അപ്പൊ ശിഷ്യന്മാർക്ക് ആകെ പ്രശ്നമായി, ഇതെന്ത് ഗുരുവാണ് എല്ലാം അങ്ങനെ. അപ്പൊ അവര് ഉറങ്ങാൻ വയ്യാതായപ്പോ ഒന്ന് ഞാൻ അങ്ങയോട് ഒരു കാര്യം ചോദിക്കും. അല്ല, അങ്ങ് രാവിലെ ദൈവം ഉണ്ട് എന്ന് പറഞ്ഞു, രാവിലെ വന്ന ആളോട്. ഉച്ചയ്ക്ക് വന്ന ആളോട് ദൈവം ഇല്ല എന്ന് പറഞ്ഞു. വൈകുന്നേരം വന്ന ആളോട് ദൈവം ഉണ്ടോ ഇല്ലേ എന്ന് മനുഷ്യന് അറിയാൻ കഴിയില്ല എന്ന് പറഞ്ഞു. എന്താണ് അങ്ങയുടെ അഭിപ്രായം? ബുദ്ധൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു ശരിയല്ലേ, ദൈവം ഉണ്ട് എന്ന് വിചാരിക്കുന്നവന് അതുണ്ട്, ഇല്ല എന്ന് വിചാരിക്കുന്നവന് അതില്ല. ഉണ്ടോ ഇല്ലേ എന്ന് അറിയാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്നവന് അതറിയാൻ കഴിയില്ല. അത്രയുള്ളതൊക്കെ. എന്തൊരു പ്രശ്നമാണ്. ദൈവത്തിന്റെ സംരക്ഷകരാണ് ചുറ്റും എല്ലാ കാലത്തും. കാരണം അവർ പറയുന്നത് ദൈവമാണ് നമ്മളെ സംരക്ഷിക്കുന്ന, നമ്മുടെ രക്ഷിതാവുന്ന. പക്ഷെ ഇവരാണ് ദൈവത്തിന്റെ രക്ഷകർത്താക്കൾ. അതിപ്പോ 2000 കൊല്ലം മുമ്പ് 2500 കൊല്ലം മുമ്പ് ബുദ്ധൻ ജീവിച്ചത്. അക്കാലത്ത് സ്ഥിതി അത് തന്നെയാണ്. അപ്പോ നമ്മൾ നർമ്മത്തിന് മാറിപ്പോയാൽ പറ്റില്ല. അപ്പൊ ഈ തത്വചിന്തയും നർമ്മവും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട് ഞാൻ പറയുന്നു. കാരണം ഈ ലോകത്തിന്റെ നിസ്സാരത, നിഷ്ഫലത, അതിന്റെ പരിഹാസ്യത കണ്ടാല് അളുകി ചിരി വരും. സൂഫികളൊക്കെ അങ്ങനെ ഒരു ചൊല്ലുണ്ട്, സൂഫി ഇല്ലേ ചിരിയില്ലേ സൂഫി ഇല്ല.
ചിരിയില്ലേ, സൂഫിയില്ല. എല്ലാ തത്വചിന്തകന്മാരും അങ്ങനെ. ഇപ്പം നമ്മുടെ നാട്ടില് പരമഹംസര്, അദ്ദേഹം എല്ലാ കാര്യങ്ങളും പറയുന്നത് എങ്ങനെയാ? തമാശയിലാണ് പറയാം. തമാശയിലിപ്പം അദ്ദേഹം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കേണ്ട ഒരു മൂല്യത്തെ പറ്റി പറയും, നിങ്ങൾ കുതിരപ്പുറത്താ പോകുന്നെങ്കിൽ പെട്ടി വേറെ ചുമക്കണ്ട, കുതിരപ്പുറത്ത് വെച്ചാൽ മതി എന്ന് പറയും. നാരായണ ഗുരു ആണെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തമാശയില പറയാം. ഇപ്പൊ ഇവിടെ അടുത്താണല്ലോ ജഗന്നാഥ ടെമ്പിള്, തലശ്ശേരി ടെമ്പിൾ ഗേറ്റിനവിടെ. അതിന്റെ അടിസ്ഥാന ശില ഇടുന്ന സമയത്ത് ഗുരു ലൈറ്റായിട്ടൊന്ന് പറയാം. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അയിത്തജാതിക്കാർക്കൊക്കെ പ്രവേശനം കൊടുക്കണം ഈ അമ്പലത്തിൽ എന്ന് പറഞ്ഞു. അപ്പൊ ഈഴവന്മാർ സമ്മതിക്കില്ല. അപ്പൊ സമ്മതിക്കില്ല എന്ന് ഗുരുവിനോട് പറയാനും വയ്യ. അപ്പൊ ഗുരുവിനോട് പറഞ്ഞു, ഒരു വർഷം കഴിയട്ടെ. അപ്പൊ ഗുരു പറഞ്ഞു, അല്ല അവർക്ക് വൃത്തിയുണ്ടല്ലോ, നന്നായിരിക്കുന്നല്ലോ, അവർ കൂടി അമ്പലത്തിൽ കയറിക്കോട്ടെ എന്ന് പറഞ്ഞു. അവർ അല്ല, സ്വാമി തൃപ്പാദങ്ങൾ ക്ഷമിക്കണം, ഒരു വർഷം കഴിഞ്ഞിട്ട് കൊടുക്കാന്ന് പറഞ്ഞു. ശരി. അപ്പൊ ഗുരു ഒന്നും മിണ്ടിയില്ല. പിന്നെ ഊണം കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മഴ പെയ്തു. മഴ തോർന്നപ്പോൾ ഗുരു ചോദിച്ചു, വർഷം കഴിഞ്ഞല്ലോ, ഇനി കൊടുത്തൂടെ? അദ്ദേഹത്തെ പറ്റിയുള്ള പ്രധാനപ്പെട്ട കഥ, തീവണ്ടി പോകുമ്പോ ഒരു നമ്പൂതിരി പറഞ്ഞാലോട് വേദാന്തം തർക്കിക്കുന്നുണ്ട്. നമുക്ക് ഗുരു ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണ്. ഏതോ തർക്കം വന്നപ്പോ ഗുരുവിന് തോന്നി ഇയാൾ പറഞ്ഞ അബദ്ധമാണല്ലോ. അപ്പൊ ഗുരു ഒരു സംശയം ചോദിച്ചാൽ ഞാൻ ചോദിച്ചു. കുറച്ച് കഴിഞ്ഞ് വർത്താനം പറഞ്ഞപ്പോ ഈ മറ്റേ നമ്പൂതിരിക്ക് മനസ്സിലായി ഇയാൾ ഏതോ പണ്ഡിതനാണ്. അപ്പൊ നമ്പൂരി ചോദിച്ചു, എന്താ പേര്? നാരായണൻ. എന്താ ജാതി? അത് ചോദിക്കണം, എന്താ ജാതി? അപ്പൊ ഗുരു ചോദിച്ചു, ഇത്ര നേരം കണ്ടിട്ട് തിരിയാത്ത ഒന്ന് കേട്ടാ തിരിയോ? അപ്പോ നമ്മുടെ തത്വചിന്തകന്മാര് മിക്ക കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, അവര് സംവേദനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആശയങ്ങളൊക്കെ കഴിയുന്നതും ഫലിതമയമായിട്ട് അവതരിപ്പിക്കുകയാണ്. ഇപ്പൊ പി കെ ബാലകൃഷ്ണന്റെ പ്രസിദ്ധമായ പുസ്തകം നാരായണ ഗുരു ഒരു സമാഹാര ഗ്രന്ഥം എന്നുള്ളതിൽ മിക്ക ലേഖനങ്ങളുടെയും പഠനങ്ങളുടെയും ഒക്കെ അടിയിൽ ഗുരു പറഞ്ഞുള്ള അനേകം തമാശകൾ അദ്ദേഹം സമാഹരിച്ചിട്ടുണ്ട്. അപ്പോ ഗുരുവിന് ഒരിക്കലും, അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇരിക്കുന്ന കാലത്തോ പിൽക്കാലത്തോ ആരും തല്ലാനോ കൊല്ലാനോ പോയിട്ടില്ല. അദ്ദേഹത്തെ ആരും തെറി പറയാറില്ല. അദ്ദേഹം ഒരു പ്രകോപനവും ഉണ്ടാക്കിയില്ല. അദ്ദേഹത്തെ പറ്റി എഴുതിയ സ്മരണാഞ്ജലി എന്നുള്ള പ്രസിദ്ധമായ ലേഖനത്തിൽ കുറ്റിപ്പുഴ എഴുതുന്നുണ്ട്. കുറ്റിപ്പുഴ അവിടെ അദ്വൈതാശ്രമത്തിൽ അധ്യാപകനായിരുന്നു കുറച്ചു കാലം. ആ സമയത്ത് അവിടെ എല്ലാ മിശ്രഭോജനം ഉണ്ട്. അവിടെ എല്ലാ ജാതിക്കാരും മതക്കാരും, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ദളിതന്മാരും അല്ലാത്തവരൊക്കെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കും. അപ്പൊ അതിൽ 2 നമ്പൂരി കുട്ടികൾ അതിൽ കൂടൂല. അപ്പൊ മാഷന്മാർക്കൊക്കെ മഹാദേഷ്യ, അവരെന്താ കൂടാത്ത. അപ്പൊ ഗുരു ഉള്ളപ്പോ ഗുരു എന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ മടിയിൽ നിന്ന്, അദ്ദേഹത്തിന്റെ കയ്യിൽ ചെറിയ മടിശ്ശേരിയിലെ പൈസ എടുത്തിട്ട് പ്യൂണിനെ വിട്ടിട്ട് അവലും പഴമൊക്കെ വാങ്ങി അവർക്ക് കൊടുക്കും. എന്നത് അവരുടെ കുറ്റമല്ല. ഞങ്ങൾ ഈ കൂടെ ഊണ് കഴിക്കുന്നില്ല എന്ന് പറയുന്നത് ആ കുട്ടികളെ ഒറ്റയ്ക്ക് തീരുമാനിച്ചതല്ല. അവരും വേറെ ചില നിലപാടുകളുടെ ഇരകളാണ്. നമ്മൾ അവരെ മനസ്സിലാക്കണം എന്നുള്ള നിലയ്ക്കാണ്. ഇത് നമ്മുടെ നാട്ടിലിപ്പോ ഒരു പ്രധാന കാര്യം പറയാനുള്ളത്, നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരും കൂടിയാണ് ഗാന്ധി, നെഹ്റു. വളരെയധികം നർമ്മം ആസ്വദിക്കുന്ന ആളുകളാണ്. ഗാന്ധി ഒരു ആത്മകഥ എഴുതിയിട്ടുണ്ട്, നർമ്മബോധം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ എന്നെ ആത്മഹത്യ ചെയ്തേനെ. അത്രയധികം അത് എപ്പോഴും വളരെ തമാശ പറയുകയും തമാശ കാണിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഗാന്ധിയെ കണ്ടാൽ അങ്ങനെ തോന്നില്ല. അപ്പോൾ ഒരിക്കൽ അദ്ദേഹം ഒരു വിമാനം അടുത്തുനിന്ന് കണ്ടിട്ടില്ല. അതിൽ പിന്നെ കയറിയില്ല എന്ന് പറയേണ്ട ആവശ്യം. അതേ യാത്ര ചെയ്യുന്ന അധികവും തീവണ്ടിയിലാണ്, അല്ലെങ്കിൽ കാളവണ്ടിയിലാണ്, അല്ലെങ്കിൽ ബസ്സിലാണ്, അപൂർവമായിട്ട് കാറിലാണ്. അപ്പം അതേ സമയത്തും ബസ്സൊന്നും ഉണ്ടാവില്ല, ആ സ്ഥലത്തൊന്നും ഉണ്ടാവില്ല. അപ്പൊ എപ്പോഴും അദ്ദേഹം ട്രെയിനിലാണ് അദ്ദേഹം ഇഷ്ടപ്പെടുന്നത്. കാരണം കൂടുതൽ ആളുകളെ കാണാമെന്ന്. അപ്പൊ ഒരു സ്ഥലത്തേക്ക് ട്രെയിനില്ല, അദ്ദേഹത്തിന് പോകണം. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ആരാധകൻ പറഞ്ഞു, എൻ്റെ ഒരു പുതിയ ഫോർഡ് വണ്ടിയുണ്ട്, അതിൽ പോവാം. അപ്പൊ ഗാന്ധി പറഞ്ഞു, വേണ്ട, ഞാൻ വേറെ ബസ്സിനോ ഇങ്ങനെ പോവാം. അല്ല അതിൽ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഗാന്ധിക്ക് സമയം വലിയ പ്രശ്നമാണ്. സമയം പാലിക്കാൻ വേണ്ടി കാറിൽ പോകാൻ തീരുമാനിച്ചു. കുറച്ചും കൂടി എന്നപ്പോ കാറ് കേടായി. അപ്പൊ അവിടെ ഒന്നും മെക്കാനിക്കൽ എഞ്ചിനീയർമാരോ ഓട്ടോമൊബൈൽസ് ഒന്നുമില്ല.
അപ്പൊ എന്ത് ചെയ്തു, ഒരു കാളവണ്ടിയിൽ കെട്ടി വലിക്കുകയാണ് ഈ കാറ്, കാരണം കാർ അങ്ങോട്ട് കൊണ്ടുപോണ്ടേ. അപ്പൊ ഗാന്ധി പറഞ്ഞു, ഇപ്പൊ ശരിക്കും ഓക്സ്ഫോർഡായി, കാരണം ഫോർഡ് വണ്ടിയാണ്, ഓക്സ്ഫോർഡ്. ഇങ്ങനെ ഒരിക്കല് ഡൽഹിയിൽ നിന്ന് ഒരു ശിഷ്യൻ വർദ്ധയ്ക്ക് പോവാണ്. അപ്പൊ അയാൾ പോകുമ്പോ വണ്ടി വൈകിയാണ്. അപ്പൊ അയാൾ പോയി വണ്ടി പോയി. അപ്പൊ അയാൾ തിരിച്ച് ഗാന്ധി അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ വണ്ടി പോയി, ഞാൻ നാളെ പോവാം. അപ്പൊ ഗാന്ധി പറഞ്ഞു, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഒരു ദിവസം വൈകിയാലും ഉത്തരവാദി നീ ആയിരിക്കും. എല്ലാ സമയത്തും അദ്ദേഹത്തിന് ഇങ്ങനെ അങ്ങനെ ഒരു പുസ്തകം തന്നെ വായിച്ചിട്ടുണ്ട് ഞാൻ, സ്മൈൽ വിത്ത് ഗാന്ധി എന്നാണ് അതിന്റെ പേര്. അങ്ങനെ എപ്പോഴും. അപ്പൊ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ മിക്കവരും, നെഹ്റു ആണെങ്കിൽ വളരെയധികം നർമ്മം ആസ്വദിക്കുന്ന ഒരാളാണ്. അപൂർവമായിട്ടാണ് നെഹ്റു നർമ്മം പറയുന്നത്. അദ്ദേഹമാണ് ശങ്കർ ശ്രീക്കലിയുടെ പത്രാധിപർ ശങ്കറിനോട് പറഞ്ഞത്, ശങ്കർ ഡോണ്ട് സ്പെയർ മീ. ശങ്കുപിള്ള മലയാളിയാണ്, നെഹ്റുവിന്റെ വലിയ സുഹൃത്തായിരുന്നു. അപ്പൊ എന്നെ വിട്ടുകളയരുത് എന്നാ. ഇവിടെ ഇപ്പൊ ആളുകൾക്ക് നമ്മുടെ നേതാക്കന്മാർക്ക് ദേഷ്യം വരിക, കളിയാക്കിയിട്ട് വരെ പറഞ്ഞു. അപ്പോ ശങ്കർപിള്ളയുടെ ആത്മകഥയുടെ പേര് തന്നെ എങ്ങനെയാ, ഡോണ്ട് സ്പെയർ മീ. പിന്നെ നെഹ്റു കാണിച്ച ഒരു തമാശ ഞാൻ പറയാം. അദ്ദേഹം മരണത്തിലേറിയിട്ട് 5 കൊല്ലം കഴിഞ്ഞപ്പോ ഇംഗ്ലീഷിലൊരു ലേഖനം വന്നു, നെഹ്റു ഈ കണക്കിന് പോയാൽ ഒരു വലിയ ഏകാധിപതിയാവാൻ, ഡിക്റ്റേറ്റർ ആവാനുള്ള സാധ്യതയുണ്ട്, അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരും കരുതിയിരിക്കണം എന്ന് പറഞ്ഞിട്ട്. ചാണക്യൻ എന്നുള്ള പേരിലാണ് ആ ലേഖനം വന്നത്. അപ്പൊ ഈ ലേഖനം എഴുതിയ ആരാന്ന് ആർക്കും മനസ്സിലായില്ല. ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ടാണ് ആളുകൾ മനസ്സിലാക്കിയത് അത് നെഹ്റു തന്നെ എഴുതിയായിരുന്നു. അവനവന്റെ കരുതിയിരിക്കേണ്ട കാര്യങ്ങളെ പറ്റിയുള്ള ഒരു കേരളത്തിലേക്ക് വന്നാല് നമ്മുടെ വളരെ ഗൗരവപ്രകൃതിയായ ഒരാളാണ് EMS. അപ്പം അദ്ദേഹത്തിന് നമ്പൂരി ഫലിതത്തിന്റെ ഒരു അംശമുണ്ട് എന്ന് കാണിക്കുന്ന ഒരു തമാശ ഇതാണ്. അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി ആയപ്പോ പത്രക്കാരും ചോദിച്ചു, അദ്ദേഹത്തിന് വിക്കുണ്ടല്ലോ, അങ്ങക്ക് വിക്ക് എപ്പോഴും ഉണ്ടോ? അപ്പോ EMS പറഞ്ഞു, എപ്പോഴും ഇല്ല, സംസാരിക്കുമ്പോഴേ ഉള്ളൂ. പിന്നെ നമ്മുടെ പല രാഷ്ട്രീയക്കാരും, അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് CH മുഹമ്മദ് കോയ. അദ്ദേഹം പൊതുയോഗങ്ങളിലും സഭയ്ക്കകത്തും വീട്ടിലും വീട്ടിലൊക്കെ ചന്ദ്രിക പത്രാധിപരായിരുന്ന അനവധി കാലം. അവിടെയൊക്കെ ഭയങ്കരമായി തമാശ കാണിക്കുകയും ചെയ്യുന്ന ഒരാളാണ് CH. അദ്ദേഹം, ഞാൻ ഓർക്കുന്നൊരു തമാശ, അദ്ദേഹം ചീഫ് സെക്രട്ടറിയായിരിക്കുമ്പോൾ മാനേജർ വന്നിട്ട് പറഞ്ഞു, അവരൊക്കെ അദ്ദേഹത്തെ കോയ സാഹിബ് എന്നാണ് വിളിക്കുക. കോയ സാഹിബ് വലിയ ബുദ്ധിമുട്ടാണ്. എന്ത് പറ്റി? അടുത്ത മാസം ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ല, എന്തെങ്കിലും ചെയ്യണം, ഒന്നാമത് ശമ്പളം കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഈ ചന്ദ്രിക ഓഫീസിന്റെ നേരെ മുമ്പിൽ ഒരു ക്രിസ്ത്യൻ ചർച്ച് ഉണ്ട്, അതിന്റെ ചുമരുമല് വലിയൊരു എഴുത്തുണ്ട്. അപ്പോ CH മാനേജറോട് പറഞ്ഞു, നിങ്ങൾ ആ കണ്ടത് ഒരു കടലാസിൽ എഴുതി എല്ലാവർക്കും കൊടുത്തേക്കെന്ന് പറഞ്ഞു. അപ്പൊ അയാൾ വായിച്ചു കൊണ്ടാറിയോ, പാപത്തിന്റെ ശമ്പളം മരണമാകുന്നു എന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രിയ സുഹൃത്താണ് സീതി ഹാജി വളരെ നർമ്മത്തിന്റെ ഒരു പ്രതിരൂപമായിട്ടുണ്ട്. അപ്പോ സീതി ഹാജിയും CHും കൂടി ഹജ്ജിന് പോയി. അപ്പൊ ഹജ്ജിന് പോകുമ്പോ അവിടെ ചെകുത്താനെ കല്ലെറിയ, ജംബറയ്ക്ക് കല്ലെറിയ എന്നൊരു ചടങ്ങുണ്ട്. അപ്പൊ ഭയങ്കര തിരക്കൊക്കെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആരാധകന്മാരാരോ അവരൊക്കെ കഴിഞ്ഞ് വന്നപ്പോ ചോദിച്ചു, അല്ല കോയ സാഹിബ് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലോ? ഇല്ല, ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പിന്നെ ചെറിയ പ്രശ്നം ഉണ്ടായി. എന്താണ്? സീതി ഹാജി കല്ലെറിഞ്ഞപ്പോ ചെകുത്താൻ ചോദിച്ചു, നമ്മൾ തമ്മമ്മലത് വേണോ സീതി ഹാജി? സീതി ഹാജിയെ കളിയാക്കിയുള്ള മിക്ക തമാശകളും CH ഉണ്ടാക്കിയതാ. പിന്നെ സീതി ഹാജി പറഞ്ഞ ഒരു തമാശ, യൂത്ത് ലീഗുകാര് ഭയങ്കരമായിട്ട് പ്രസംഗിക്കുകയാണ്. ഇതാണ്, നമ്മളെ പാർട്ടി ഒന്നിനും കൊള്ളൂല, വളരെ നിർജീവാണ്. അപ്പൊ സീതി ഹാജി ഈ എന്തപ്പോ പറഞ്ഞു? അല്ല, CPM-നെ കണ്ടുപഠിക്കാൻ നമ്മൾ, അവർ ഭരണത്തിലുള്ളതിനേക്കാൾ ഉഷാറാണ് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാലോ. അല്ല, അവരിപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി, അവര് റെയിൽ തടയാൻ, ഇപ്പൊ ആ കാലത്ത് റെയിൽ തടയുന്ന സമയം എന്ത് ഉഷാറായിട്ടാണ്. സീതി ഈ ഇമ്മാരി പോയത്തം പറയരുത്, ഓല കൊടി കണ്ടാല് വണ്ടി അവിടെ നിൽക്കും, നമ്മളെ കൊടി കണ്ടാൽ ഇങ്ങോട്ട് വരിക ചെയ്യ വണ്ടി. വളരെ കോമൺ സെൻസ് ഉള്ള. അപ്പോ ഇങ്ങനെ രാഷ്ട്രീയക്കാരിപ്പം നമ്മുടെ TV തോമസ് നല്ല നർമ്മബോധമുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന്റെ ആണ് ആ പ്രയോഗം. ഇനി നമുക്ക് കുരുക്ഷേത്രത്തിൽ കാണാം. അതുപോലെ പനമ്പള്ളി നല്ല നർമ്മബോധമുള്ള ആളായിരുന്നു. അദ്ദേഹത്തിനാണ് ആ ധൃതരാഷ്ട്രാലിംഗനം എന്നുള്ള പ്രയോഗം രാഷ്ട്രീയത്തിൽ പോപ്പുലറായി. പിന്നെ സാഹിത്യത്തിലേക്ക് കടന്നാൽ നമുക്ക് അങ്ങനെ ഒരുപടി
ആളുകളെ പേര് ഓർമ്മിക്കാനുണ്ട്, പലതും പറയാനുണ്ട്. ഇപ്പോൾ തോലൻ്റെ കഥ തൊട്ട് പഴയ കുഞ്ചൻ നമ്പ്യാർ, ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, പാൽപ്പായസം കഴിക്കുന്നു എന്ന് രാജാവ് പറയുമ്പോൾ എല്ലാവരും കഴിക്കുന്നവരെ മാറ്റി വെക്കുമ്പോൾ നമ്പ്യാർ അതെടുത്ത് കഴിക്കും. അപ്പൊ രാജാവ് ചോദിച്ചു, എന്താ നമ്പ്യാർക്ക് കഴിക്കുന്നില്ലേ? അല്ല, അടിയന് പാൽപ്പായസത്തിന്റെ കയ്പ് ഇഷ്ടാണ് എന്ന് പറഞ്ഞാൽ കഴിക്കുകയാണ്. അപ്പോ രാജാവിനെ വിമർശിക്കാൻ, അധികാരത്തെ ചോദ്യം ചെയ്യാൻ ഉള്ള പ്രധാനപ്പെട്ട, നമ്മുടെ കയ്യിലുള്ള ഒരു പ്രധാനപ്പെട്ട ആയുധം എന്ന് പറയുന്നത് ഹാസ്യമാണ്, ചിരിയാണ്, പരിഹസിക്കാൻ ചെയ്യും. പെട്രോണിസ് എന്ന പേരായിട്ട് റോമിലൊരു പണ്ഡിതനുണ്ടായി. അപ്പൊ അദ്ദേഹം, നിങ്ങൾക്ക് പേരോർമ്മയിലൊരു ചക്രവർത്തിയാണ് നീറോ. നീറോ വളരെ ക്രൂരനാണ്. അപ്പൊ നിങ്ങൾക്ക് ആ കഥ നിങ്ങൾക്ക് അറിയാം. എന്താണ്? റോം കത്തിയെരിയുമ്പോൾ നീറോ വീണ വായിക്കായിരുന്നു. ആ നീറോനെ പറ്റി ഞാൻ പറഞ്ഞു. ആ നീറോന് ഒരു വലിയൊരു അപകടം. അദ്ദേഹം കവിത എഴുതും. കവിത എഴുതിയാൽ അത് ഇവിടെ കൊണ്ടുവന്ന് വായിച്ചാൽ ഈ പണ്ഡിതന്മാർ കവികളൊക്കെ അത് കേവമായി എന്ന് പറയണം. അപ്പൊ പെട്രോണിസ് വളരെ സത്യസന്ധൻ, അദ്ദേഹം അങ്ങനെ പറയില്ല. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ നീറോന് ദേഷ്യം വന്നിട്ട് നീറോ ഇയാളെ ജയിലിലടച്ചു. അപ്പോ പെട്രോണിസ് ജയിലിലാണ്. നീറോ തന്റെ കവിത മെച്ചപ്പെടുത്താനുള്ള കഠിനമായ പരിശ്രമത്തിലാണ്. അങ്ങനെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞൊരു കവിത എഴുതി. അത് വളരെ നന്നായി എന്ന് നീറോന് സ്വയം തോന്നിയപ്പോ പെട്രോണിസിനെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ പെട്രോണിസിനെ പറ്റിയുള്ള വലിയൊരു വേറൊരു കഥ, അദ്ദേഹം രാവിലെ കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ ചായ കുടിക്കാതെ പോകുന്നു. കാരണം ഇയാളുടെ കവിത കേട്ട ഒറ്റയ്ക്ക് ഛർദ്ദിക്കാൻ വരും. നീറോവിന്റെ കവിത കേട്ട് ഛർദ്ദിക്കല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇയാൾ ചായ കുടിക്കാതെ പോകുന്നൊരു കഥയുണ്ട്. അപ്പൊ പെട്രോണിസിനോട് ചോദിച്ചു, ഈ കവിത എങ്ങനെയുണ്ട്? പെട്രോണിസ് വായിച്ചു നോക്കി, വളരെ ആലോചിച്ചിട്ട് പറഞ്ഞു, തിരുമേനി, അടിയൻ ജയിലിലേക്ക് തന്നെ പോയിക്കോളാം. ജയിലിൽ നിന്നാണ് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടത്. അപ്പോ നമ്മുടെ നാട്ടില് വികെൻ വളരെ പ്രധാനപ്പെട്ട, നമ്മൾ നർമ്മത്തിന്റെ കാര്യങ്ങൾ ആയിരിക്കും വിട്ടുപോകാൻ പാടില്ലാത്ത, നിരന്തരം, നിങ്ങൾക്കറിയാമല്ലോ, നിരന്തരം വെറുതെ നമ്മളൊരു എഴുതുമ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ് സിംഹഭാഗം. വികെൻ ഒരു കഥ പറയാം. ആ നഗരത്തിൽ സിംഹഭാഗം ഹിന്ദുക്കളും ബാക്കി സാധു മൃഗഭാഗം സിഖുകാരുമായിരുന്നു. ഉത്തരേന്ത്യ നഗരത്തെ പറ്റി പറയും. അദ്ദേഹത്തിന്റെ മോരിന്റെ പര്യായം എന്നൊരു മനോഹരമായ കഥയുണ്ട്. അതിലൊരു ഹാജിയാർ ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്നതിനെ പറ്റിയാണ്. അപ്പം അതിൽ ഒരുപാടുണ്ട്. ഞാൻ അവസാനത്തെ ഒരു വാക്ക് മാത്രം പറയാണ്. അപ്പം വെയിറ്ററെ വിളിച്ച് പറയാണ്, എന്താ പറയുക, നായരുട്ടിയെ, മോരിന് എന്താ ഇംഗ്ലീഷ് വെച്ചാൽ അയറ്റാ ഒരു കോപ്പ. കാരണം ഇംഗ്ലീഷ് പറയാൻ അറിഞ്ഞൂടാ, ഇംഗ്ലീഷാണ്. അപ്പൊ മോരിന് എന്താ ഇംഗ്ലീഷ് വെച്ചാൽ അയറ്റാ ഒരു കോപ്പ എന്നാണ് ഹാജിയാർ. അങ്ങനെ ഒരു പുസ്തകമുണ്ട് വികെന്റെ, ആ കഥ സമാഹാരത്തിലുള്ള. ഇനിയിപ്പോ ബഷീറിനെ പറ്റി പറഞ്ഞാൽ ഇത് നേരൊന്നും മതിയാവില്ല. കാരണം കേട്ടോ, ഞാന് വികെൻ ആളുകളെ അമ്പരപ്പിക്കുന്ന മട്ടില് പൊട്ടി പൊട്ടി കരയുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ബഷീറിന്റെ മൃതദേഹത്തിന് മുമ്പിൽ. ഞാൻ ബേജാറായിപ്പോയി. ഈ പ്രായമുള്ള മനുഷ്യൻ കൊച്ചു കുട്ടികളുടെ മാതിരി. അപ്പോ ബഷീറാണെങ്കിലേ അദ്ദേഹത്തിന്റെ ഫലിതമൊക്കെ വളരെ പ്രസിദ്ധമാണ്. അദ്ദേഹം ഈ ഫലിതം പറയുക മാത്രമല്ല, അത് കൃത്യമായി കാണിക്കുന്ന ഒരാളാണ്. എന്നുവെച്ചാല് ഇപ്പോ ഒരു കത്തെഴുതുമ്പോൾ സാധാരണ ഇപ്പോൾ ബഷീർ നിരന്തരം കത്തെഴുതും. ബഷീറിന്റെ കത്തുകളിൽ നിന്ന് 2-3 സമാഹാരമുണ്ട് മലയാളത്തിൽ. കാരണം അദ്ദേഹം ഒരു ഗാന്ധി പാരമ്പര്യത്തിൽപ്പെട്ട ആളാണ്. ഗാന്ധി ആണെങ്കിൽ എല്ലാ ദിവസവും കൃത്യമായി കത്തിന് മറുപടി അയക്കും. അദ്ദേഹത്തിന്റെ സെക്രട്ടറി വെങ്കിട്ടറാം കല്യാണത്തെ കണ്ട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ. വെങ്കിട്ടറാം കല്യാണം എന്നോട് പറഞ്ഞത് ആവറേജ് 50 കത്ത് ദിവസം എഴുതും, 100 കത്തെഴുതിയ ദിവസം ഉണ്ട് എന്നാണ്. 100 കത്ത് അന്ന് മറുപടി അയക്കും. ഇപ്പോ എം.വി. കൃഷ്ണമാരൻ അദ്ദേഹം കത്തിന് അന്ന് മറുപടി അയക്കും. കുഞ്ഞുണ്ണി മാഷ അന്ന് മറുപടി അയക്കും. അഴീക്കോട് മാഷ അന്ന് മറുപടി അയക്കും. ബഷീറും അങ്ങനെയാണ്. അപ്പോ വൈക്കത്തിന്, അദ്ദേഹത്തിന്റെ പ്രിയ സുഹൃത്താണ് വൈക്കം നരസിംഹൻ നായർ, അദ്ദേഹത്തിന് കത്തയക്കാണ്. കത്ത് തുടങ്ങുന്നത് എങ്ങനെയാണ്? ബഹുമാനപ്പെട്ട ചന്ദ്രശേഖരൻ നായർ എല്ലാം കഴിഞ്ഞ് അവസാനം ഒപ്പിട്ട് അതിന്റെ അടിയിൽ എഴുതി എം.പി. ബഹുമാനപ്പെട്ട എന്ന് ചുമ്മാ എഴുതിയതാണ്. അദ്ദേഹം പുസ്തകത്തിന്റെ ഓട്ടോഗ്രാഫ് ചെയ്ത് കൊടുക്കുമല്ലോ, അതൊക്കെ ഭയങ്കര തമാശ. അപ്പം ഡോക്ടർ എം ബഷീറിന് ഒരു പുസ്തകം കൊടുത്ത് എഴുതിയത് ഡോക്ടർ ബഷീറിന് സാക്ഷാൽ ബഷീർ എന്ന് ഒപ്പിട്ടിട്ട്.
ഒരിക്കൽ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ ടീപ്പോയുടെ മുകളിലൊക്കെ കുറച്ച് ഫോട്ടോസ് ഉണ്ട്. എന്താ ഫോട്ടോസ്? ഇതെന്താ ഇങ്ങനെ ധാരാളം ഫോട്ടോ ഒക്കെ ഉണ്ട്? ആ ചുമ്മാ പോ സാറേ. ഈ സാറേ എന്ന് കളിയാക്കി വിളിക്കുന്നുണ്ട്. ചുമ്മാ പോ സാറേ. നാളെ ഇന്ന് വരെ ഏതെങ്കിലും ഭാര്യമാരോ മക്കളോ കിട്ടിയ പൈസ കിട്ടി എന്ന് സംഭവിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല. എന്നാലേ എനിക്ക് തെളിവുണ്ട്. അത് നോക്കുമ്പോൾ എന്താ, ഭാര്യയ്ക്ക് പൈസ കൊടുക്കുന്നതിന്റെ ഫോട്ടോ, മകൾക്ക് പൈസ കൊടുക്കുന്നതിന്റെ ഫോട്ടോ, മകന് പൈസ കൊടുക്കുന്നതിന്റെ ഫോട്ടോ. അദ്ദേഹത്തിന് ആരെ കളിയാക്കാനും ബഷീറിന് ഇഷ്ടമാണ്. പിന്നെ അവനവനെ കളിയാക്കാൻ അതിലേറെ ഇഷ്ടമാണ്. ഇപ്പൊ പാത്തുമ്മയുടെ ആട് വായിച്ചു നോക്കി അറിയാം, ആത്മപരിഹാസം ഭയങ്കര. അപ്പോ ഇതിലൊരു പ്രശ്നമുണ്ട്. നിങ്ങളുടെ നർമ്മം, നിങ്ങളുടെ പരിഹാസം, നിങ്ങളുടെ വിറ്റ് എന്ന് പറയുന്നത് പൊളിറ്റിക്കലി കറക്റ്റാണോ, അത് രാഷ്ട്രീയമായി ശരിയാണ്? അപ്പൊ നിങ്ങൾ സ്ത്രീകളെ കളിയാക്കുന്നു, അല്ലെ ദളിതന്മാരെ കളിയാക്കുന്നു, അല്ലെ മുതലാളിമാരെ കളിയാക്കുന്നു, അല്ലെ മലയാളികളെ കളിയാക്കുന്നു, അല്ലെ മുസ്ലിങ്ങളെ കളിയാക്കുന്നു. ഇതെന്ത് ചെയ്യും? ഇതൊരു പഴയ ചർച്ചയാണ്. നമ്മുടെ നാട്ടില് 1950-കളിലൊക്കെ വലിയ ചർച്ചയായിരുന്നത്. കുട്ടീഷന്മാരാർ അതിനെ പറ്റി പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. അതിന്റെ പേര് ഹാസ്യ സാഹിത്യം എന്നാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 57-ലാണ് ആ പുസ്തകം വന്നത്. അതിൽ മാരാര് പറയുന്നുണ്ട്, ഇതൊന്നും നിങ്ങൾ പറയുന്ന ഹാസ്യമായിട്ട് ഞാൻ അംഗീകരിക്കുകയില്ല. കാരണം അദ്ദേഹത്തിന്റെ കാലത്ത് വലിയ ഹാസ്യകാരൻ എന്ന് പറയുന്നത് സഞ്ജയൻ എന്തിനെ പറ്റി തമാശ പറയും. അദ്ദേഹം പറഞ്ഞൊരു തമാശ ഞാൻ പറയാം. നിങ്ങൾ പാകിസ്ഥാൻ വേണമെന്ന് പറയുന്നു. നിങ്ങൾ പാകിസ്ഥാനായിട്ട് പോയാൽ ഈ പാകിസ്ഥാൻ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നതാണ്? ഇപ്പൊ വലിയ ബുദ്ധിമുട്ടാണ് നമ്മൾ ഈ പാകിസ്ഥാൻ. അതെല്ലാവരും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ്. സഞ്ജയന്റെ ഫലം 7 വോളിയമാണ് കേട്ടോ സഞ്ജയൻ. ഇപ്പൊ 2 വോളിയമായിട്ട് മാതൃഭൂമി അടിച്ചിട്ടുണ്ട്. അപ്പോ ഒരു പ്രസംഗം അദ്ദേഹം കോട്ട് ചെയ്യാൻ, പണ്ട് കുറുനരികൾ ഓരിയിട്ടിരുന്ന ഈ പ്രദേശമൊക്കെ, കോഴിക്കോട് നഗരത്തെ പറ്റി പറഞ്ഞ പ്രദേശമൊക്കെ ഇപ്പോൾ രാഷ്ട്രീയ പ്രബുദ്ധമായ പ്രസംഗങ്ങളാൽ മുഖരിതമാണ്. എന്ത് വ്യത്യാസം? അപ്പൊ സഞ്ജയനെ കോട്ട് ചെയ്യും എന്ന് ചോദിക്കും, എന്ത് വ്യത്യാസം? അതേ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഇട്ടിട്ടുണ്ട്, ഒരു ആശ്ചര്യം ഇട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പല തമാശകളുടെ അദ്ദേഹത്തിന്റെ പല തമാശകൾ നമ്മൾ സിനിമക്കാരൊക്കെ എടുത്തിട്ടുണ്ട്. അതിലൊരു ഞാൻ പറയാം, ഉത്സവം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു അപ്പുറത്തുള്ള ഒരു പ്ലാവിന്റെ ചോട്ടിൽ 2 പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഒരാൾ അടുത്തുള്ള ആളോട് പറയാണ്, പരിചയമൊന്നുമില്ല, ആ ചുവന്ന ബ്ലൗസ് ഇട്ട മൂദേവിയില്ലേ, അതിന്റെ മുഖം കണ്ടാ അറിയാം അന്ന് വെള്ളം കിട്ടൂല. അപ്പൊ ഈ നിങ്ങളാ പറഞ്ഞു, അതെന്റെ ഭാര്യയാണെന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ പറഞ്ഞാലേ, ഞാൻ അതിന്റെ അടുത്തുള്ള ആ പച്ച ബ്ലൗസ് ഇട്ട ആളെ പറ്റി ആ ഉദ്ദേശിച്ചത്, അതെന്റെ പെങ്ങളാന്ന് പറഞ്ഞു. അപ്പോ പരിഹാസ പുതു പനിനീർച്ചെടിക്കടോ ചിരിയത്രേ പുഷ്പം ശകാരം മുള്ളുകാൻ എന്ന് ഒരു നിർവചനം ഉണ്ടാക്കിയിട്ടുണ്ട് സഞ്ജയൻ. അദ്ദേഹത്തിൻ്റെയാണ് ഹാസ്യാഞ്ജലി എന്നുള്ള പുസ്തകം. അപ്പം ശകാരം പാടില്ല എന്നാണ്. അപ്പം മാരാരിതൊരു തിയറിയാക്കും. അദ്ദേഹം പറഞ്ഞെന്താ വെച്ചാല്, നിങ്ങൾ ഒരാളെ കളിയാക്കുമ്പോൾ ആ പോരായ്മ നിങ്ങളുടെ മകൾക്കോ മകനോ അല്ലെ നിങ്ങളുടെ ഭാര്യക്കോ നിങ്ങൾക്കോ ഉണ്ടെങ്കിലും എങ്ങനെ പറയോ, അങ്ങനെ പറയുമെങ്കിലേ ഈ പറയുന്നത് ശരിയാവുള്ളൂ, അല്ലെങ്കിൽ അത് ഹാസ്യമല്ല എന്നാണ്. ആര് ചോക്കൂ, അങ്ങനെ ആർക്കും വല്ലതും പറയാൻ പറ്റും? ഇപ്പൊ കുഞ്ചൻ നമ്പ്യാരെ പറ്റിയും എഴുത്തച്ഛനെ പറ്റിയൊക്കെ സംസ്കാര ലോപത്തിന് ഉദാഹരണമായിട്ട് മാരാര് പറയും. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ രാജാംഗത്തിലെ നമ്മുടെ സംസ്കാര ലോപം എന്നുള്ള ലേഖനത്തിൽ പറയുന്നു. അതിന് ഉദാഹരണം പറഞ്ഞത് എഴുത്തച്ഛൻ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, എല്ലാവരും കുളിച്ചൂത്ത് വന്ന് സന്ധ്യയെ വന്ദിക്കുമ്പോൾ പരാശരൻ ഈ സത്യവതിയുടെ പിന്നാലെ പോയി. മറുപടി വലിയ അന്യായമാണത്. അതുപോലെ ഭീമ ഹനുമൽ സംവാദം, അത് ജ്യേഷ്ഠാനുജന്മാരാണ്, അവർ തമ്മിൽ പറയാൻ പാടില്ലാത്തൊക്കെയാണ് പറയുന്നത്, ഒന്നും ശരിയല്ല എന്ന് മാരാര് നമ്പ്യാരെ വളരെ വിമർശിച്ച് പറയും. അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാല്, ഇങ്ങനെ നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റില്ല. നിങ്ങള് വേറെ ഒരാളിൽ നിന്നോ അവനവനിൽ നിന്നോ ഒരിത്തിരി അകരം പാലിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അത് കാണാൻ പറ്റുള്ളൂ, അല്ലെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് മലയാളത്തിലൊരു ചൊല്ലുണ്ട്, വീണാ ചിരിക്കാത്തവൻ ബന്ധുവല്ല.
ഇപ്പം ഞാനിവിടെ ഇറങ്ങുമ്പം വീണ് പോയെങ്കിൽ എന്നോട് ഇഷ്ടമുള്ള ആളുകളൊക്കെ ചിരിക്കും, അനിഷ്ടമുള്ള ആളുകൾ ചിരിക്കില്ല. അപ്പോ മലയാളികൾക്കെതിരായിട്ടൊരു തമാശ വന്നു, നിങ്ങൾ ചിരിക്കുവോ? കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ട് തമാശ വന്നു, നിങ്ങൾ ചിരിക്കുവോ? ഇസ്ലാമിനെതിരായിട്ടൊരു തമാശ വന്നു, നിങ്ങൾ ചിരിക്കുവോ? ആണുങ്ങൾക്കെതിരായിട്ടൊരു തമാശ വന്നു, നിങ്ങൾ ചിരിക്കുവോ? ഇതൊരു അടിസ്ഥാന ചോദ്യം, ഇതൊരു അടിസ്ഥാന ചോദ്യമാണ്. അതായത് നിങ്ങൾക്കെതിരായ നിങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങൾക്കോ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾക്കോ നിങ്ങളുടെ തൊഴിലിനോ പരിഹാസം നേരിടുന്ന ഒരു കാര്യം വന്നാൽ, ഇപ്പൊ ബഷീർ എത്ര ലാഘവത്തിലാണ് പറയുന്നത് ആലോചിച്ച് നോക്കൂ. അദ്ദേഹം ചോദിക്കുകയാണ്, പൊൻകുരിശ് തോമ ചോദിക്കുകയാണ്, കർത്താവിനെ ക്രൂശിച്ചത് മരക്കുരിശില, പിന്നെ പള്ളിക്ക് എന്തിനാ പൊൻകുരിശ്? എന്തൊരു ചോദ്യം ആലോചിച്ചു. അവൻ കള്ളനാ. അവനാണ് ജയിലിൽ കിടക്കുമ്പോൾ പോലീസുകാരന്റെ സങ്കടം കേട്ട് സഹിക്കാൻ വയ്യാതെ അവന്റെ അനുഭവത്തോടുകൂടി പുറത്തിറങ്ങി പോയിട്ട് കുരിശ് മോഷ്ടിച്ച് അതിൻ്റെ ഒരു കഷ്ണം എടുത്തി കൊണ്ടുവന്ന് അവന് കൊടുത്തത്, പളങ്കം കൊച്ചുകുഞ്ഞിന് കൊടുത്തത്. അപ്പോൾ പോലീസുകാരെ ഒരു ഘട്ടത്തിൽ കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് പിടിച്ചപ്പോൾ നീ എന്തുകൊണ്ടാണ് കട്ടത്? അപ്പൊ പളിങ്കം കൊച്ചുകുഞ്ഞ് എന്ന് പറയുന്ന പോലീസുകാരന് 7 മക്കളുണ്ട്, 7 പെണ്ണ, ഒന്നിനെയും കെട്ടിച്ചിട്ടില്ല. അപ്പൊ ഒരു നിവൃത്തിയില്ല പളിങ്കം കൊച്ചുകുഞ്ഞിന്. അപ്പൊ തോമയുടെ കയ്യിൽ ഒരു 10 പൈസയില്ല. തോമ എന്ത് ചെയ്തു? താൻ എന്നെ തുറന്നുകൊണ്ട് ഞാൻ പരിഹാരം ഉണ്ടാക്കാന്ന് പറഞ്ഞു. രാത്രി തോമയെ പിടിക്കാൻ പറ്റില്ല. എന്താ കാരണം? തോമ ജയിലിൽ കിടക്കുന്ന ആളാ. ഒരു പുതിയ ടെക്നിക്കാണത്. ജയിലിൽ കിടക്കുന്ന തടവുകാരെ തുറന്നു വിട്ട് അവരെ കൊണ്ട് കുറ്റം ചെയ്യിക്കുക. കാരണം അവർ തടവിലാണെന്നുണ്ടല്ലോ. അങ്ങനെ പല കേസുകളുണ്ട്. അന്തമാനിലൊക്കെ അങ്ങനെ വലിയ കേസൊക്കെ ഉണ്ടായി. അപ്പോ പളിങ്കൻ കൊച്ചുകുഞ്ഞ് എങ്ങനെയാണ് പോലീസൊക്കെ കണ്ടെത്തി അവസാനം പൊൻകുരിശ് തോമയുടെ സുഹൃത്തുക്കളായ ആനവാരി രാമൻ നായർ, എട്ടുകാലി മമ്മൂഞ്ഞ്, തൊരപ്പൻ അവറാൻ തുടങ്ങിയുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് പോലീസ് ഇടിക്കുന്നായപ്പോ പൊൻകുരിശ് തോമ പറഞ്ഞു, അത് പൊൻകുരിശ് കേട്ടത് ആരാന്ന് അവർക്കറിയില്ല, അപ്പൊ നിനക്കറിയാമോ? എനിക്കറിയാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് തോമ ഇത് വെളിപ്പെടുന്നത്. തോമയുടെ ആ ചോദ്യം എത്ര നൂറ്റാണ്ട് കഴിഞ്ഞാലും ലോകത്തിൽ എവിടെ ചെന്നാലും നിങ്ങൾക്കത് ചോദിക്കാൻ തോന്നുന്നൊരു ചോദ്യമാണത്. കർത്താവിനെ കുരിശിച്ചത് മരക്കുരിശിലാണ്, പള്ളിക്ക് എന്തിനാ പൊൻകുരിശ്? കാരണം ഈ ചർച്ചാനിറ്റിയും ക്രിസ്ത്യാനിറ്റിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്നായി പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോ നമ്മുടെ ഒരു വലിയ പ്രശ്നം, ഇപ്പൊ വലിയൊരു സ്ത്രീകളെ കളിയാക്കിയ ഒരു തമാശയുണ്ട്. അത് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുമോ? ആസ്വദിക്കുമ്പോൾ നിങ്ങൾ സ്ത്രീ വിരുദ്ധനായി പോവോ? ഇവിടെ വലിയൊരു ചർച്ച, വളരെ പെണ്ണുങ്ങളെ കളിയാക്കാൻ പാടില്ലേ? അപ്പൊ ഒന്നും വേണ്ട, ഞാനൊരു ഫെമിനിസ്റ്റിനോട് ഞാനൊരു ചരിത്ര സത്യം പറഞ്ഞു, അവർക്ക് ഭയങ്കര ദേഷ്യം വന്നു. എന്നുവെച്ചാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ സുന്ദരിയുടെ പേര് ക്ലിയോപാട്ര എന്നാണ്. അവള് വിചാരിച്ചിട്ട് റോമിലെ 2 വീരനായകന്മാർ വീണു. ഒരാള് ചെറിയ ആളൊന്നല്ല, ജൂലിയസ് സീസർ. സീസർക്ക് അവളൊരു മകനുണ്ട് സിസേറിയ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തെ കൂട്ടുകാര് കൈഷ്യസും ഒക്കെ കൂടി കൊന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഭാഗം ഭരിക്കുന്ന ആളാണ് മാർക്ക് ആന്റണി, ലോകപ്രസിദ്ധമായ പ്രഭാഷകൻ. അദ്ദേഹത്തിനാണ് ആ പ്രസംഗം, സീസർ മരിച്ചടക്കമുള്ള പ്രസംഗം ഒരുപക്ഷെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പ്രസംഗമാണ്. നമ്മളത് വായിക്കുന്നത് ഒറിജിനലായിട്ട് എന്താ നടന്നതെന്ന് അറിഞ്ഞൂടാ. നമ്മൾ ജൂലിയസ് സീസർ എന്നുള്ള ഷേക്സ്പിയറുടെ പ്രധാനപ്പെട്ട നാടകമുണ്ട്. ക്ലിയോപാട്രയെ പറ്റി അനേകം സിനിമകളുണ്ട്. 20th സെഞ്ചുറി ഫോക്സിന്റെ റിച്ചാർഡ് ബർട്ടൺ അഭിനയിക്കും ആരായിട്ട്? മാർക്ക് ആന്റണി ആയിട്ട്. അതിൽ ആ പ്രസംഗം കാണിച്ചിട്ടില്ല, പക്ഷെ ആ പ്രസംഗം യൂട്യൂബിൽ ഉണ്ട്, ഗംഭീരം. ഫ്രണ്ട്സ്, റോമൻസ് ആൻഡ് കൺട്രിമെൻ, ലെറ്റ് ബി യുവർ ഇയേഴ്സ്. നമ്മുടെ ബാലൻ ചുള്ളിക്കാട് അത് ഒരു സ്ഥലത്ത് അവതരിപ്പിക്കുന്നുണ്ട്, അത് യൂട്യൂബിലുണ്ട്. ഈ മാർക്ക് ആന്റണി അതിൽ വീഴും. അദ്ദേഹം അവളെ കല്യാണം കഴിച്ചു, അതിലോട്ട് മക്കളൊക്കെ ആയി. അത് കഴിഞ്ഞിട്ട് മാർക്ക് ആന്റണി തോൽക്കുമ്പോൾ മാർക്ക് ആന്റണി തോൽപ്പിക്കുന്നത് സീസറുടെ കസിൻ അഗസ്റ്റസ് സീസർ. ആ ഉണ്ടോ, വളരെ കനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്, മനസ്സിലായില്ലേ? അഗസ്റ്റസ് സീസറിന്റെ പേരാണ് നമ്മുടെ ആഗസ്റ്റ് മാസത്തിന്. അഗസ്റ്റസ് സീസറെ
അവള് വശീകരിക്കാൻ ശ്രമിച്ചപ്പോ അഗസ്റ്റസ് അതിന് നിന്നില്ല. എന്താ കാരണം വെച്ചാല് അഗസ്റ്റസിന്റെ പെങ്ങള് ആയിരുന്നു മാർക്ക് ആന്റണിയുടെ ആദ്യ ഭാര്യ. അതുകൊണ്ട് ക്ലിയോപാട്രയെ പറ്റി വലിയ കയ്പായിരുന്നു അഗസ്റ്റസ് സീസർക്ക്. മാർക്ക് ആന്റണി ആത്മഹത്യ ചെയ്തു. വളരെ വൈകാതെ ക്ലിയോപാട്രയും ആത്മഹത്യ ചെയ്തു. ചരിത്രം അത്. അപ്പോ ഇവള് ഈ അഗസ്റ്റസ് സീസറെ വശീകരിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടാണെന്ന് ഞാൻ പറഞ്ഞപ്പോ ഒരു ഫെമിനിസ്റ്റിന് പറ്റില്ല. കാരണം ഒരു സ്ത്രീയല്ലേ, സ്ത്രീയെ പറ്റി അങ്ങനെ പറയാൻ പാടില്ല. ഇത് സത്യമാണ്, ചരിത്രമാണ്. ഇത് ഞാൻ ഉണ്ടാക്കണല്ലോ, ഇതൊക്കെ എഴുതി വെച്ചുള്ള നിങ്ങൾക്ക് രേഖയുണ്ട്. അപ്പോ ഞാൻ പറയുന്ന കാര്യം, നിങ്ങൾ കമ്മ്യൂണിസ്റ്റാണ്, അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഫലിതങ്ങൾ നിങ്ങൾ ആസ്വദിക്കുകയില്ല എന്ന് വന്നാൽ പിന്നെ നിങ്ങൾക്ക് ഫലിതബോധം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ കമ്മ്യൂണിസ്റ്റുകാരെ കളിയാക്കി ധാരാളം ഫലിതം അമേരിക്കക്കാരുണ്ടാക്കി. അതിൽ ഒന്ന് രണ്ടെണ്ണം ഞാൻ പറയാം. കൊല്ലത്തിൽ റഷ്യയിൽ നിന്ന് ഒരു നായ ന്യൂയോർക്കിൽ വരും. അപ്പൊ അവിടെ അവൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവിടെ വേറൊരു നായയുണ്ട്, അവർ വലിയ കമ്പനിയാണ്. അപ്പോ റഷ്യയിൽ നിന്ന് വന്ന ഈ ചങ്ങാതി അമേരിക്കക്കാരനായ തൻ്റെ കൂട്ടുകാരനോട് റഷ്യയുടെ വലിയ മഹിമ ഇങ്ങനെ പറയും. അങ്ങനെയാണ് ഇങ്ങനെയാണ് അവിടെ ആ സൗകര്യം. അപ്പൊ ഒരിക്കലും ഇവന് ദേഷ്യം വന്നു. പിന്നെ നീ എന്തിനാ കൊല്ലത്തിൽ 1-2 മാസം ഇവിടെ ഒന്ന് താമസിക്കുന്നു വെച്ചു. അപ്പോൾ റഷ്യയിൽ നിന്ന് നായ പറഞ്ഞു, അതെ, ഒന്ന് കുരയ്ക്കാൻ തോന്നിയാൽ അവിടെ പറ്റില്ല. അപ്പൊ ഞാൻ ഇടയ്ക്കൊന്ന് കുരയ്ക്കാൻ വരുന്നതാണ് അമേരിക്കയിൽ. ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ ഒരു സ്ഥലത്ത് ചോദിക്കുന്നുണ്ട്, ജയിലിൽ കിടന്ന് എഴുതുകയാണ്, ഞാനൊരു നായയുടെ കുര കേട്ടിട്ട് എത്ര മാസമായി. ഇതുപോലെ അമേരിക്കക്കാരുണ്ടാക്കിയ പല ഫലിതങ്ങളുണ്ട്, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഫലിതങ്ങൾ. അതിൽ ഒരെണ്ണം, അവിടുത്തെ ഒരു ലോക്കൽ കമ്മിറ്റി പാർട്ടിയുടെ സെക്രട്ടറിയെ ഒരാള് ഇഡിയറ്റ് എന്ന് വിളിച്ചു. വലിയ പ്രശ്നം, പാർട്ടി സെക്രട്ടറി ഇഡിയറ്റ് എന്ന് വിളിച്ചു. അപ്പം അയാളെ വിചാരണ ചെയ്തു, അയാളെ സൈബീരിയയിലേക്ക് നാട് കടത്തി. ആ നാട് കടത്താനുള്ള ഉത്തരവിൽ പറഞ്ഞത് ഒരു പാർട്ടി രഹസ്യം വെളിപ്പെടുത്തിയെന്ന. എവിടെ ഇഡിയറ്റ്? എല്ലാവർക്കും ഒന്നും തിരിയില്ല കേട്ടോ. ചിലർക്ക് വൈകുന്നേരം ആവുമ്പോൾ തിരിയും, ചിലർക്ക് 2 കൊല്ലം കഴിഞ്ഞാൽ തിരിയും. അങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ബർണാഡ് ഷാ പറഞ്ഞ്. ഓ, ചർച്ചില്, വിൻസ്റ്റൺ ചർച്ചിൽ, ഇംഗ്ലണ്ടിന്റെ ഏറ്റവും പ്രസിദ്ധനായ പ്രധാനമന്ത്രി, അദ്ദേഹം വലിയ തമാശക്കാരനാണ്. അദ്ദേഹമാണ് ഗാന്ധിക്ക് ആ പേരിട്ടത്, ഹാഫ് നേറ്റഡ് ഫക്കീർ. ഗാന്ധിയോട് വലിയ വിരോധമായിരുന്നു. ഇപ്പോ ഇംഗ്ലണ്ടിൽ ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്, ഗാന്ധി ആൻഡ് ചർച്ചിൽ എന്ന് പറഞ്ഞിട്ട്. ഞാൻ വായിച്ചിട്ടില്ല, അങ്ങനെ പുസ്തകം വന്നിട്ടുണ്ട്. അപ്പൊ ചർച്ചില് കേട്ടോ, ഇന്ത്യക്ക് ഒരിക്കലും സ്വാതന്ത്ര്യം കൊടുക്കരുത്, കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അവര് ജാതിയും മതവും പറഞ്ഞ് തമ്മിൽ തല്ലും, അവര് അഴിമതി കാണിക്കും, അവര് അക്രമം കാണിക്കും, ഗുണ്ടായുസം കാണിക്കും, ആ നാട് ഒരു കുട്ടിച്ചോറാക്കും. നമ്മൾ ഇത്രയെങ്കിലുമൊക്കെ കൊണ്ടുവരുന്നില്ലേ, അത് നമ്മൾ തന്നെ കൊണ്ടുവരുന്നാൽ മതി എന്നുള്ള ഇമ്പീരിയലിസ്റ്റ് മനോഭാവക്കാരനാണ് ചർച്ചിൽ. പക്ഷേ ഒന്നാന്തരം പ്രസംഗക്കാരനാണ്, ഒന്നാന്തരം പ്രസംഗം. അങ്ങനെയുണ്ടൊരു ചൊല്ല്, 2ാം ലോകമഹായുദ്ധം സഖ്യകക്ഷികൾ ജയിച്ചത് ബുള്ളറ്റ് കൊണ്ടല്ല, വിൻസ്റ്റൺ ചർച്ചിലിന്റെ വാക്കുകൾ കൊണ്ടാണെന്നാ. കാരണം യുദ്ധമുന്നണിയിൽ റേഡിയോയിൽ ഇദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കേട്ടിട്ടാണ് പട്ടാളക്കാർ ആവേശം കൊണ്ടിരുന്നത്. അപ്പോ അദ്ദേഹം പ്രധാനമന്ത്രിയായിരിക്കും. അദ്ദേഹത്തിന്റെ പ്രതിപക്ഷത്തുള്ള ഡൊറോത്തി എന്നൊരു സ്ത്രീയുണ്ട്. അവര് പറഞ്ഞു, മിസ്റ്റർ ചർച്ചിൽ, നിങ്ങൾ എന്റെ ഭർത്താവായിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാപ്പിയിൽ വിഷട്ട് തരുമായിരുന്നു. അപ്പൊ ചർച്ചിൽ പറഞ്ഞു, മാഡം, ഞാൻ നിങ്ങളുടെ ഭർത്താവായിരുന്നെങ്കിൽ അത് കുടിക്കുക തന്നെ ചെയ്യും. അതിന് വേറൊരിക്കലും ഡൊറോത്തി പറഞ്ഞത്, മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ, എനിക്ക് ഈ വർത്തമാനം കേൾക്കുമ്പോൾ നിങ്ങളുടെ തല കടിച്ച് തിന്നാൻ തോന്നുന്നുണ്ട്. അപ്പോ ചർച്ചിൽ പറഞ്ഞു, മാഡം നല്ലതാണ്, എന്നാലും കുറച്ച് തലച്ചോറ് നിങ്ങളെ വയറ്റിലെങ്കിലും ഉണ്ടായിക്കോളും. ജോർജ് ബർണാഡ് ഷാ, നെഹ്റു തമ്മിൽ വലിയ കമ്പനിയായിരുന്നു. അപ്പോ നെഹ്റു അവിടെ ചെന്ന് കാണും. അദ്ദേഹം ഡബ്ലിൻകാരനാണ്, അയർലൻഡുകാരനാണ്, പക്ഷെ താമസിച്ചും മരിച്ചൊക്കെ ഇംഗ്ലണ്ടിലാണ്. അപ്പൊ ഇംഗ്ലണ്ടിൽ ചെന്ന് നെഹ്റു കാണും. അപ്പൊ കണ്ടപാട് നെഹ്റുവിനോട് ഷാ പറയാണ്, നിങ്ങളുടെ നാട്ടില് സമയമായി
35 നിർത്തണം. ഒരാളവിടെ നിർത്തിയിരിക്കുകയാണ്. 35 ഞാൻ നിർത്തുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ നാട്ടിലൊരു വിദ്വാൻ എനിക്കൊരു പുസ്തകം അയച്ചു തന്നു, അയാൾ എഴുതി നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ നോക്കുമ്പോൾ പൊട്ട പുസ്തകമാണ്. അപ്പം ഞാൻ ഒരു കാർഡിൽ മറുപടി അയച്ചു, ഇതുപോലൊന്നും ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ആ വിഡ്ഢി അതൊരു പ്രശംസയാന്ന് ചോദിച്ചാൽ അവൻ്റെ പുസ്തകത്തിന് 1-ാം പേജിൽ അച്ചടിച്ചിട്ടുണ്ട്. അപ്പോ ഷായെ പറ്റിയുള്ള വേറൊരു കഥ. അദ്ദേഹം ഗാന്ധിയെ കണ്ടപ്പോ കൈനീട്ടി ഷാ പറഞ്ഞു, 2 great men are meeting എന്ന് പറഞ്ഞു. ഉടനെ ഗാന്ധി, വേർ ഈസ് ദി അതർ പേഴ്സൺ എന്ന് ചോദിച്ചു എന്നാണ്. അവിടെ അനവധി ആളുകൾ ചർച്ചില്, ചെറിയ ചർച്ചിലൊന്നുമല്ലോ. അപ്പൊ ഇവിടെ നമ്മള് ഇത്തരത്തില് എൻ്റെ ഒരു നിലപാട് ഞാൻ പറയാണ്. ഇനി കേട്ടോ, ബഷീർ പറയും പോലെ അനന്തമായ സമയം അള്ളാഹുവിന്റെ ഖജനാവിൽ മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ സമയം അവസാനിക്കുകയാണ്. ഞാൻ അവസാനം ജോയി പഠിക്കുന്നുണ്ട്. ജോയി അവസാനം എന്നെ കണ്ടപ്പോൾ പറഞ്ഞൊരു തമാശ പറയും. ഞാൻ തമാശ കാണിക്കുന്നത് എങ്ങനെയാണ്? അപ്പൊ ജോയിയെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞ ഒരാള് തിരിച്ചറിഞ്ഞില്ല എന്ന് ഭാവിച്ചിട്ട്, നിങ്ങളുടെ പേരെന്തേനി എന്ന് ചോദിച്ചു. അപ്പൊ ഉടനെ ജോയ് മാത്യു പറഞ്ഞു, എൻ്റെ പേര് ശങ്കരനാരായണനാണ്. പ്രശ്നമില്ല. അപ്പൊ ഇത് നമുക്ക് ജീവിക്കാൻ കൊള്ളാവുന്നതാക്കാൻ വേണ്ട ഒരു സാധനമാണ് നർമ്മം, നല്ലൊരു സംശയമില്ല. അപ്പൊ അതിൽ ആധ്യാത്മിക നർമ്മമുണ്ട്, രാഷ്ട്രീയ നർമ്മമുണ്ട്, സാമൂഹ്യ നർമ്മമുണ്ട്, പലതും ഉണ്ട്. അപ്പോ അതിൻ്റെ ഒരു ചുരുക്കിയിട്ട് ഒരു നട്ഷെല്ല് പറയാനാണെങ്കിൽ, നമ്മൾ ചിരിക്കാനുള്ളൊരു അവസരം നമ്മൾ ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തരുത് എന്ന് വിചാരിക്കുന്ന ഒരാളെയാണ്. അതിപ്പോ മതത്തിനെതിരായി, ദൈവത്തിനെതിരായി, അല്ലെങ്കിൽ പാർട്ടിക്കെതിരായി, അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ എതിരായി, ഗാന്ധിക്കെതിരായി, അല്ലെങ്കിൽ സോക്രട്ടീസിനെതിരെ ഒരു കാര്യമില്ല, ഒരു പ്രശ്നമില്ല. കാരണം നമ്മൾ ചിരിക്കുക. അപ്പോ ഇതൊരു അപൂർവമായ സിദ്ധിയാണ്. അങ്ങനെയുണ്ട് മനുഷ്യനെ പറ്റിയുള്ള ഒരു നിർവചനം, ചിരിക്കുന്ന ജന്തു എന്ന്. നർമ്മബോധം ഒരു പട്ടിക്കുണ്ടോ നമുക്ക് അറിഞ്ഞൂടാ. സോക്രട്ടീസ് ചോദിക്കുന്നുണ്ട്, പട്ടിക്ക് ഫിലോസഫി ഉണ്ടോ? സോക്രട്ടീസ് ചോദിക്കും. അത് ചോദിക്കാണ്. ഫിലോസഫി എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി പിന്നീട് അതിനനുസരിച്ച് പെരുമാറുക. പട്ടി അങ്ങനെ പെരുമാറുന്നുണ്ട്. കാരണം യജമാന്റെ സുഹൃത്തുക്കളാരാ, ശത്രുക്കളാരാ, കള്ളനാരാ, പരിചയമില്ലാത്ത ആളാരാ എന്ന് പട്ടിക്കറിയാം. അപ്പൊ പട്ടിക്ക് ഫിലോസഫി തിരിയുന്നാണ് സോക്രട്ടീസ് പ്ലേറ്റോനോട് പറഞ്ഞത്. അപ്പൊ അവരിപ്പോ ചിരിക്കുന്നുണ്ടോ നമുക്ക് പറഞ്ഞൂടാ. ഏതായാലും നമ്മുടെ ഒരു അപൂർവ സിദ്ധിയാണിത്. ഇത് ഒന്നിന്റെ പേരിലും നഷ്ടപ്പെടുത്തരുത്. ഇനിയിപ്പോ ഞാൻ പറയേണ്ട എന്റെ പുതിയ നിറഭേദം എന്ന് പറയുന്നത്, അപ്പോ സിനിമയിൽ നിന്നാണിത് കടമെടുക്കുന്നത്. ഇപ്പൊ ആള് വർത്തമാനം പറയുന്നത് തന്നെ സിനിമയുടെ കഥാപാത്രങ്ങൾ പറയും പോലെയാ. ഇതെന്നെ പറ്റിയാന്നല്ല, ഇത് എന്നെ സംബന്ധിച്ചാണ്, എന്നെ മാത്രം സംബന്ധിച്ചാണ് എന്ന് ജഗതിയെ അനുകരിച്ച് പറയാൻ നമ്മുടെ രീതി. അപ്പൊ നമ്മൾ ഫലിതം ഒക്കെ ഇപ്പോൾ ഇവിടുത്തെ ട്രോളുകൾ മുഴുവൻ നമുക്ക് ഇപ്പോൾ നമ്മുടെ സാമൂഹ്യ ജീവിതം എന്ന് പറയുന്നത് ഇല്ലാതെ ആവുകയും അത് മുഴുവൻ ഫേസ്ബുക്കിലേക്കും വാട്സപ്പിലേക്കും യൂട്യൂബിലേക്കും മാറി ചെയ്തപ്പോൾ നമ്മുടെ നർമ്മവും അങ്ങനെ മാറിയിട്ടുണ്ട്. അതിന് പലപ്പോഴും പരകുത്സനത്തിലാണ് ഉത്സാഹം, നർമ്മത്തിലല്ല എന്നൊരു വിമർശനം അതിനെപ്പറ്റി എനിക്കുണ്ട്. എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ചതിനും ശ്രദ്ധാപൂർവം ഇത് കേട്ടിരുന്നതിനും നന്ദി, നമസ്കാരം.